വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്തുതിയുടെ മധ്യത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 22 അധ്യായം 3 വാക്യം. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. സ്വർഗം സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്നു. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം പരിധിയില്ലാതെ പ്രകടമാണ്. ഭൂമിയിൽ ആളുകൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നിടത്തെല്ലാം സ്വർഗസ്ഥനായ ദൈവം അവരുടെ മധ്യത്തിൽ ഇറങ്ങുന്നു. അവനെ സ്തുതിക്കുന്നവർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പോലും സ്വർഗത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. അതിനാൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിലനിർത്താൻ ദൃഢനിശ്ചയം ചെയ്യുക. ഒരു ദൈവപുരുഷൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഒരു വിള കൃഷി ചെയ്യുന്നത് പോലെ ദൈവ സാന്നിധ്യം പരിശീലിക്കുക. തങ്ങളുടെ വിള നന്നായി വളരുന്നുവെന്ന് ഉറപ്പാക്കാൻ കർഷകർ പലതും ചെയ്യുന്നു. അവർ വയലിന് വേലി കെട്ടുന്നു, മണ്ണൊരുക്കുന്നു, നിലം ഉഴുതുമറിക്കുന്നു, വിത്ത് വിതയ്ക്കുന്നു, നനയ്ക്കുന്നു, കളകൾ നീക്കം ചെയ്യുന്നു, വളം പ്രയോഗിക്കുന്നു, കീടനാശിനികൾ തളിക്കുന്നു, വിളയെ ശ്രദ്ധാപൂർവം പരിപാലിക്കുന്നു. അതുപോലെ നാം മനഃപൂർവ്വം ദൈവസാന്നിധ്യം പരിശീലിക്കണം. സ്തുതിയും നന്ദിയും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഉപകരണങ്ങളാണ്. സ്തുതി എന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. ദൈവം ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള നന്ദി പ്രകടിപ്പിക്കലാണ് നന്ദി പ്രകടനം. സ്തുതിയും നന്ദി പ്രകടനവും ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ്. സ്തുതിയും നന്ദി പ്രകടനവും വഴി നാം ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നു. നാം സ്വർഗീയ സ്ഥലങ്ങളിൽ അവനോടൊപ്പം നടക്കുകയും അവന്റെ സാന്നിധ്യത്തിന്റെ മാധുര്യത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. തന്റെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം പരിശീലിച്ച ദാവീദ് രാജാവ് പറയുന്നു, ഞാൻ എപ്പോഴും കർത്താവിനെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ വായിലുണ്ടാകും. എന്റെ ആത്മാവ് കർത്താവിൽ പ്രശംസിക്കും, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ഇത് സങ്കീർത്തനം 34 അധ്യായം 1-2 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. എല്ലായ്പ്പോഴും കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ നിരന്തരം ജീവിക്കുന്നവർ എപ്പോഴും അവനെ സ്തുതിക്കും. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഈ ഉദ്ദേശത്തിനു വേണ്ടിയാണ്, അവനെ സ്തുതിക്കാനാണ്. അവന്റെ പ്രതീക്ഷ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഈ ജനത്തെ ഞാൻ എനിക്കായി സൃഷ്ടിച്ചിരിക്കുന്നു, അവർ എന്റെ സ്തുതി പ്രസ്താവിക്കും എന്ന്. ഇത് യെശയ്യാവ് 43 അധ്യായം 21 വാക്യത്തിൽ കാണപ്പെടുന്നു. സ്വർഗത്തിൽ സ്തുതി തുടർച്ചയായി തടസ്സമില്ലാതെ അർപ്പിക്കപ്പെടുന്നു. സ്വർഗത്തിൽ എന്ന പോലെ ഭൂമിയിലും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യപ്പെടേണ്ടതല്ലേ? ദാവീദ് രാജാവ് തന്റെ ജീവിതത്തിൽ അസ്വസ്ഥവും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നതുമായ നിരവധി സാഹചര്യങ്ങളെ നേരിട്ടു. എന്നിരുന്നാലും അവയ്ക്കിടയിലും അവൻ പ്രഖ്യാപിക്കുന്നു, എന്റെ ദൈവമേ, എന്റെ ആത്മാവിനിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. ഇത് സങ്കീർത്തനം 42 അധ്യായം 6 വാക്യത്തിൽ കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെയായിരുന്നാലും, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവിനെ സ്തുതിക്കാൻ ഒരിക്കലും മറക്കരുത്. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 42 അധ്യായം 11 വാക്യം. എന്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സംഖ്യാപുസ്തകം 3-4 അധ്യായങ്ങൾ, വൈകുന്നേരം മർക്കോസ് 3 അധ്യായം 20 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.